വീട്ടിൽ വാപ്പാനെ ഒരു മോന് കൊണ്ടുപോയിട്ട് ഒരു ഇടുങ്ങിയ റൂമിൽ കൊണ്ടുപോയിട്ടു. ആ വാപ്പ വിളിച്ചാൽ ചെല്ലൂല, പരിഗണിക്കൂല, അയാളൊരു ഭയങ്കര ബാധ്യതയാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ചെറിയ മോന് ഇങ്ങനെ വരക്കുക, ഒരു പ്ലാൻ ഇങ്ങനെ വരക്കുക. ആ പ്ലാൻ ഇങ്ങനെ വരച്ചപ്പോൾ സിറ്റ് ഔട്ട്, ഓഫീസ് റൂം, ഗാർഡൻ ഒക്കെ ഇങ്ങനെ വരച്ചിട്ട് ചെറിയൊരു റൂം. ഇതാർക്കാന്ന് വെച്ചു. ഇറ്റ് ഈസ് ഫോർ യു, ഇത് നിങ്ങൾക്കുള്ളതാണ്. എനിക്കോ? ആ, ഗ്രാൻഡ് ഫാദർ അങ്ങനെയല്ലേ കിടക്കണേ. അപ്പോൾ ഈ കുട്ടി അങ്ങനെയാണ് ഇനി മുതൽ എന്ത് ചെയ്യേണ്ടത്. വാപ്പാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കടത്തേണ്ട, ആരും പരിഗണിക്കേണ്ടാത്ത ഒരാളാണെന്ന് ആ കുട്ടി വിചാരിച്ചു എന്നാണ് ആ ഷോർട്ട് സ്റ്റോറി എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വാപ്പ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മക്കളുടെ വർത്തമാനങ്ങളും ഇതൊക്കെ ഭയങ്കര അസ്വാരസ്യവും അസ്വസ്ഥതയുമായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണും എന്നും തോണ്ടാൻ കൈപൊക്കാൻ കഴിയാതെ മലർന്നിങ്ങനെ വായും പൊളിച്ച് മൂത്രം പോയി കാഷ്ടം പോയി കിടക്കുന്നൊരു സമയം ചിലപ്പോൾ വരും. അതല്ലെങ്കിൽ കീമോ മരുന്ന് തുള്ളികൾ ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്ന നേരം വരും. ആ നേരത്ത് ഈ വാപ്പാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുരക്കലും അയാളുടെ നിലവിളിയും അയാളുടെ ആർപ്പ് വിളിയും അയാൾ സോഡിയം കുറഞ്ഞു കൊട്ടിപ്പടിയണതൊക്കെ ഈ മക്കൾക്കും എന്തായിരിക്കും, അസ്വസ്ഥതയായിരിക്കും. അപ്പം അത് രക്ഷിതാവ് ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.